Good morning, my dear students. Our next topic is distribution of namespace. Actually, what is domain? A domain is typically a subtree of the domain namespace. The name of any domain is the domain name of the node at the top of the subtree. A domain can be further divided into subdomains. നമുക്ക് ഇവിടെ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഡൊമെയിൻ എന്താണ്. ഡൊമെയിൻ എന്തെന്ന് വെച്ചാൽ നമ്മളൊരു ട്രീയിലേക്ക് നോക്കുക. അപ്പോൾ ട്രീയിൽ റൂട്ട് നോഡ് ഉണ്ടാകും, അതുപോലെ തന്നെ സബ് ലെയേഴ്സ് അല്ലേ, സബ് നോഡ്സുകൾ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇതിൽ റൂട്ട് നോഡ് ഇപ്പം നമുക്കറിയാം ഡൊമെയിൻ നെയിം എന്ന് പറഞ്ഞാൽ www.google.com അതൊരു ഡൊമെയിൻ നെയിമാണ് അല്ലേ. അപ്പോൾ ഈ ഡൊമെയിൻ നെയിം എന്ന് വെച്ചാൽ ഇത് എന്ന് പറയുന്നത് ഒരു സബ് ട്രീ ഓഫ് ദി ഡൊമെയിൻ നെയിം സ്പേസസ്. അതായത് ഡൊമെയിൻ നെയിം സ്പേസസിൻ്റെ ഒരു സബ് ട്രീ ആണ് ഈ ഡൊമെയിൻ എന്ന് പറയുന്നത്. ദി നെയിം ഓഫ് എനി ഡൊമെയിൻ ഈസ് ദി ഡൊമെയിൻ നെയിം ഓഫ് ദി നോഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി സബ് ട്രീ. അപ്പോൾ ആ സബ് ട്രീയിൽ നമ്മളൊരു ട്രീയിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ നെയിം, അതിൻ്റെ കീഴെ വരുന്ന സബ് നോഡ്സുകൾ ഉണ്ടാകും. അങ്ങനെ ഒരു ട്രീ റെപ്രസെൻറ്റേഷൻ പോലെയാണ് ഈ ഡൊമെയിൻ നെയിം സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൊമെയിൻ ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻറ്റു സബ് ഡൊമൈൻസ്. ഒരു ഡൊമൈൻസിനെ അതിനെ വീണ്ടും അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് സബ് ഡൊമൈൻസുകൾ ആക്കാം. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെയിം സ്പേസ് എന്ന് വെച്ചാൽ ഇത് ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ എനി ഡൊമൈൻ നെയിം സ്പേസ് മസ്റ്റ് ബി സ്റ്റോർഡ്. However, it is very inefficient and also unreliable to have only one computer store such a huge amount of information. Failure of any one computer can make the data inaccessible. അപ്പോൾ ഇത് ഇൻഫർമേഷൻസ്, ഇപ്പോൾ ഈ ഡൊമൈൻ നെയിം സ്പേസിൻ്റെ ഇൻഫർമേഷൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. അതായത് ഓരോ ഡൊമൈൻ, ഇപ്പോൾ ഒരു സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആദ്യമേ നമ്മൾ ഡൊമൈന് പർച്ചേസ് ചെയ്യണം. ഇപ്പോൾ ഡൊമൈൻ വാങ്ങുക. ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു ഡൊമൈൻ നെയിമാണ്. അതുപോലെ MG യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നമ്മൾ കൊടുക്കുന്ന ആ URL ഇപ്പോൾ ഓരോന്നിലും .edu, .in, .uk എന്നൊക്കെ നമ്മൾ കാണാറില്ലേ, ഒക്കെ ഓരോ ഡൊമൈൻ നെയിം സ്പേസുകളാണ്. ഇതിൽ ഈ ഒരു ഇൻഫർമേഷൻസ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റാസ് ആയിരിക്കും നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ സ്റ്റോർ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് ഒരു സിസ്റ്റത്തിൽ മാത്രം നമ്മൾ കൊണ്ടുപോയി കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് ഫെയിലിയർ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ലോസ് ആകും. അങ്ങനെയുള്ള കുറേ ഡ്രോബാക്സുകൾ ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി ഡൊമൈൻ നെയിം സ്പേസ് സെർവർ എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്യുന്നു. ഇതിൽ നമ്മളൊരു ട്രീ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇതിൽ നെയിം സെർവറിൻ്റെ ഹയറാർക്കിയാണ്, റെപ്രസെൻറ്റേഷനാണ് കാണിക്കുന്നത്. ആദ്യമേ റൂട്ട് സെർവർ, ഒരു സെർവർ ഉണ്ടാകും, മെയിനായിട്ടുള്ള സെർവർ. ദെൻ അതിൻ്റെ കീഴിൽ ഡൊമൈൻസുകൾ ഉണ്ടാകും, സബ് സെർവേഴ്സുകൾ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ റൂട്ട് സെർവറിൽ ഇപ്പോൾ നമ്മൾ കാണാം ആർപ സെർവറുണ്ട്, EDU എഡ്യൂക്കേഷൻ സെർവറുണ്ട്, കൊമേഴ്ഷ്യൽ സെർവറുണ്ട്, US സെർവറുണ്ട്. അപ്പോൾ ഈ ഒരു സെർവർ ഇതിൻ്റെ എല്ലാം റൂട്ട് ഏതാണ്? റൂട്ട് സെർവറാണ്. ഓക്കെ. ദെൻ ഈ EDU സെർവറിൻ്റെ ഇൻഫർമേഷൻസ് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് രണ്ട് സെർവറിലാക്കിയിട്ടുണ്ട്. FHDA.edu, ദെൻ അതുപോലെ BK.edu. ഇനി കോം സെർവറിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, mcgrow.com, erwin.com അങ്ങനെ. അപ്പോൾ ഇതൊരു റൂട്ട് ലെവൽ സ്ട്രക്ചറാണ്. നമ്മൾ മെയിനായിട്ട് എല്ലാ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സബ് നോഡ്സുകളുടെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെയിൻ ഒരു റൂട്ട് സെർവർ ഉണ്ടാകും. ഓരോ സബ് നോഡ്സിനും അതിൻ്റേതായിട്ടുള്ള സബ് നോഡ്സുകൾ എഗെയിൻ ഡിവൈഡ് ചെയ്യുന്നു. അതൊരു ട്രീ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ. ദെൻ ഹയറാർക്കി ഓഫ് നെയിം സെർവർ എന്ന് വെച്ചാൽ ദി സിമ്പിൾ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം ഈസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദി ഇൻഫർമേഷൻസ് among മെനി കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു നെയിം സ്പേസിൽ ഒരു സെർവറിൽ മാത്രം, നമ്മളിപ്പോൾ റൂട്ട് സെർവറിൽ മാത്രം എല്ലാ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ റൂട്ട് സെർവറിന് എന്തെങ്കിലും ഫെയിലിയർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും ലോസ് ആയിപ്പോവും. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സിമ്പിൾ സൊല്യൂഷനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇത് ഇൻഫർമേഷൻസിനെ നമ്മൾ ഒരു സിസ്റ്റത്തിൽ മാത്രം സ്റ്റോർ ചെയ്യാതെ അതിനെ ഒരുപാട് സിസ്റ്റത്തിലേക്ക് സെർവർ ചെയ്യുക. അതിനു വേണ്ടി പറയുന്ന പേരാണ് DNS സെർവേഴ്സ് എന്ന്, ഡൊമൈൻ നെയിം സ്പേസ് സെർവേഴ്സ് എന്നാണ് പറയുക. വൺ വേ ടു ഇംപ്ലിമെൻറ്റ് ദിസ് ഈസ് ടു ഡിവൈഡ് ഹോൾ സ്പേസ് ഇൻറ്റു മെനി ഡൊമൈൻ ബേസ്ഡ് ഓൺ ദി ഫസ്റ്റ് ലെവൽ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഡൊമൈൻ റൂട്ട് സെർവർ അതിൻ്റെ കീഴിലുള്ള ഡൊമൈൻസുകളെ ഡിഫറെൻറ്റ് സെർവേഴ്സിലാക്കി കീപ്പ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ കീഴിൽ എഗെയിൻ അതിനെ അവിടെ ഡിവിഷൻ വരും. നെയിം സെർവർ കണ്ടെയ്ൻസ് ദി ഡൊമൈൻ നെയിം സ്പേസ് ഡാറ്റാബേസ്. ഈ നെയിം സെർവറിലായിരിക്കും എന്ത് കാണുക? DNS ഡാറ്റാബേസ് ഉള്ളത്.
വേരിയസ് നെയിംസ് ആൻഡ് ദെയർ കറസ്പോണ്ടിങ് IP അഡ്രസ്സ്. എന്തൊക്കെ ഇൻഫർമേഷനാണുള്ളത്? വേരിയസ് നെയിംസും അതിൻ്റെ കറസ്പോണ്ടിങ് IP അഡ്രസ്സുമായിരിക്കും ആ ഒരു DNS ഡേറ്റാബേസിൽ ഉള്ളത്. ഇൻ അതർ വേർഡ്സ്, വി ലെറ്റ് ദി റൂട്ട് സ്റ്റാൻഡ് എലോൺ ആൻഡ് ക്രിയേറ്റ് ആസ് മെനി ഡൊമെയിൻസ് ഓർ സബ് ട്രീസ് ആസ് ദെയർ ആർ ഫസ്റ്റ് ലെവൽ നോഡ്സ്. അപ്പോൾ നമ്മളിതിനെ റൂട്ട് നോഡുണ്ട്, അതിനെ എഗെയിൻ ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് ലെവൽ, എഗെയിൻ അതിനെ ഡിവൈഡ് ചെയ്ത് സെക്കൻഡ് ലെവൽ, ദെൻ എക്സെട്ര, അങ്ങനെ നീണ്ടുപോകുന്നു. ബിക്കോസ് എ ഡൊമെയിൻ ക്രിയേറ്റഡ് ഇൻ ദിസ് വേ കുഡ് ബി വെരി large, DNS allows domains to be divided further into smaller domains, that is known as subdomains. The first level domains are further divided into smaller subdomains called the second level domains. The hierarchy of the servers will be the same as that of the names. അപ്പം റൂട്ട് സെർവർ ഉണ്ട്, ദെൻ അതിനെ എഗെയിൻ ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് ലെവൽ സെർവർ ആക്കും, എഗെയിൻ അതിനെ ഡിവൈഡ് ചെയ്ത് എന്താണ് സെക്കൻഡ് ലെവൽ ഡൊമെയിൻസ് ആക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഹയറാർക്കി എന്ന് പറയുന്നത്. ഒരു ട്രീ മോഡലായിരിക്കും, ട്രീ മോഡൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ വരിക. ഓക്കെ, ഇനി അടുത്തതാണ് സോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റൂട്ട് നോഡ്സ് ഉണ്ട്, അതാണ് മെയിനായിട്ട് കാണുന്ന റോഡ്. ആദ്യത്തേത് 0th ലെവലിലുള്ളതാണ് റൂട്ട് നോഡ്. അതിൽ നിന്നും നമ്മൾ ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് ലെവൽ വരുന്നു, ദെൻ എഗെയിൻ ഡിവൈഡ് ചെയ്ത് സെക്കൻഡ് ലെവൽ വരുന്നു. ഓക്കെ, വി നീഡ് ടു ഡിഫൈൻ ദി ഏരിയ ഓവർ വിച്ച് വിത്ത് each server has authority. This restricted region over which a particular server has authority is called a zone. The server makes a database called zone file and it keeps all the informations of every node and under that domain. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ .com എന്ന് പറയുന്ന ഒരു ഡൊമൈനാണ് അല്ലേ. .edu എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ്റെ, കോം എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ അല്ലേ. അപ്പോൾ ഈ കോം എന്ന് പറയുന്ന ഡൊമൈൻ നെയിമിൻ്റെ കീഴിൽ കോം റിലേറ്റഡ് കൊമേഴ്ഷ്യൽ ഫയൽസ് ഡൊമൈൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽസുകളായിരിക്കും ഈ കോമിൽ കീപ്പ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഈ കോം എന്ന് പറയുന്നത് എന്താണ്? ഇത് റെസ്ട്രിക്റ്റഡ് റീജിയൻ, ഓരോന്നും റെസ്ട്രിക്റ്റഡ് റീജിയനാണ്. ഒരു സെർവറിൽ കൊമേഴ്ഷ്യൽ ഫയൽസാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അടുത്ത റീജിയനിൽ എഡ്യൂക്കേഷൻസ് ഫയൽസ്, അടുത്ത ഇതിൽ കൺട്രി ഫയൽസ് തുടങ്ങിയ ഇൻഫർമേഷൻസ് ആയിരിക്കും, സൈറ്റുകൾ തുടങ്ങിയ ഇൻഫർമേഷൻ ആയിരിക്കും, ഓരോ സോൺ ഏരിയാസ് ആയിരിക്കും കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ഓരോ സെർവറിലും ഈ ഓരോ സോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് കീപ്പ് ചെയ്യുന്നത്. അവിടെ ഒരു സോൺ ഫയൽ ഉണ്ടാകും ഈ ഒരു ഇൻഫർമേഷൻസ്, അതായത് ഈ ഡേറ്റാബേസിലാണ് ഈ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് സോൺ ഫയൽ എന്ന്. Okay, however, if any server divides its domain into subdomains and delegates part of its authority to other servers, domain and zone refer to different things. The information about the node in the subdomain is further stored in the servers at the lowest level, with the original server keeping some sort of reference to this lower level servers. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളിപ്പം കൊമേഴ്ഷ്യലിൻ്റെ കീഴിൽ നമ്മളൊരു സോണിൽ ഒരു ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസാണ് കീപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഏരിയ എന്ന് പറയുന്നത് പ്ലേസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഓരോ ഡൊമൈനാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ആദ്യമേ റൂട്ട് സെർവർ ഉണ്ട്, അതിൻ്റെ കീഴിൽ എത്രയുണ്ട്? ഫസ്റ്റ് ലെവൽസ് ഡൊമൈൻസിൽ ആർപാ സെർവർ ഉണ്ട്, EDU സെർവർ ഉണ്ട്, കോം സെർവർ ഉണ്ട്, US സെർവർ ഉണ്ട്. അപ്പോൾ നോക്കുക, ഈ EDU സെർവറിൽ ഏത് റിലേറ്റഡ് ഇൻഫർമേഷൻസ് മാത്രമാണ് സ്റ്റോർ ചെയ്യുക? EDU സോൺ റിലേറ്റഡ്, EDU ഡൊമൈൻ റിലേറ്റഡ് ഇൻഫർമേഷൻ ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പോൾ കോം സെർവറിലോ കോം ഡൊമൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. ഇപ്പോൾ US സെർവറിലോ US സോൺ റിലേറ്റഡ് ഇൻഫർമേഷൻസ്, അതാണ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഓരോ സെർവറിലും പർട്ടിക്കുലർ സോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഓരോ ഡേറ്റാബേസുകൾ ഉണ്ടാകും. ആ ഡേറ്റാബേസുകൾക്ക് പറയുന്ന പേരാണ് സോൺ ഫയൽ എന്ന് പറയുന്നത്. ഇനി ഈ EDU സെർവറിൻ്റെ ഇൻഫർമേഷൻസ് മുഴുവൻ ഈ EDU സെർവറിൽ മാത്രമാണോ കീപ്പ് ചെയ്യുന്നത്? അല്ല, എഗെയിൻ EDU സെർവറിനെ ഡിവൈഡ് ചെയ്ത് എഗെയിൻ സബ് ഡൊമൈൻസ് വരുന്നു. അതാണ് സെക്കൻഡ് ലെവൽ ഡൊമൈൻസിലേക്ക് വന്നിരിക്കുന്നത്. FHDA.edu, BK.edu, MG.edu, then അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോൺസ് ഈ EDU സെർവർ സോണിൻ്റെ കീഴിൽ വരുന്നു. ക്ലിയർ ആയല്ലോ? അപ്പം എല്ലാ ഇൻഫർമേഷൻസും ഒരു സെർവറിലല്ല സ്റ്റോർ ചെയ്യുക, എഗെയിൻ ആ സെർവേഴ്സിനെ ഡിവൈഡ് ചെയ്ത് വീണ്ടും സബ് ലെവൽസുകളിൽ സബ് ഡൊമൈൻസ് ആക്കി കീപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് റൂട്ട് സെർവർ. ദിസ് റിഫേഴ്സ് ടു ദി സോൺ കൺസിസ്റ്റ് ഓഫ് ദി ഹോൾ DNS ട്രീ. ഇറ്റ് ഓൺലി കീപ് ദി റെഫറൻസ് ഓഫ് ദി സെർവേഴ്സ്. ദർ ആർ സെവറൽ റൂട്ട് സെർവേഴ്സ് ഈച്ച് കവറിംഗ് ദി ഹോൾ ഡൊമൈൻ നെയിം സ്പേസ്. ദി സെർവേഴ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ അറൗണ്ട് ദി വേൾഡ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സോൺ റൂട്ട് എന്ന് പറയുന്നത്, നോക്കുക ഇവിടെ റൂട്ട് ആണ്, അതാണ് നമ്മുടെ ടോപ്പിൽ ഏറ്റവും 0th ലെവലിൽ കാണുന്ന റൂട്ട്. ഈ റൂട്ട് സെർവറിൽ അതിൻ്റെ കീഴിൽ വരുന്ന ഫസ്റ്റ് ലെവൽ ഡൊമൈൻസിൻ്റെയും സെക്കൻഡ് ലെവൽ ഡൊമൈൻസിൻ്റെയും മൊത്തം ഇൻഫർമേഷൻ ഉണ്ടാകുമോ? ഇല്ല. ഈ റൂട്ട് സെർവറിൽ ഫസ്റ്റ് ലെവൽ ഡൊമൈൻസിൽ വരുന്ന
ഏതൊക്കെ സോൺസിൽ വരുന്ന ഇൻഫർമേഷൻസ് ആണോ എന്ന് വെച്ചാൽ ഒരു റെഫറൻസ് മാത്രമായിരിക്കും ഈ റൂട്ട് സെർവറിൽ ഉണ്ടാകുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെഫറൻസ് അല്ല, ജസ്റ്റ് എ റെഫറൻസ് മാത്രം. ഇഫ് യു വാണ്ട് ടു ഗോ ടു ദി എഡ്യൂക്കേഷൻസ് ഡൊമൈൻ ദെൻ യു ക്യാൻ ഗോ ടു ദി സെക്കൻഡ് സെർവർ എന്ന് പറയും. അപ്പോൾ ഏത് സെർവറിൽ ഏത് ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു റെഫറൻസ് മാത്രമായിരിക്കും ഈ റൂട്ട് സെർവറിൽ ഉള്ളത്. ഓക്കെ, അതാണ് റൂട്ട് സെർവറിൽ. ഓക്കെ, ഇനി EDU സെർവറിലേക്ക് നോക്കുമ്പം അതിനെ എഗെയിൻ നമ്മൾ ഡിവൈഡ് ചെയ്ത് സെക്കൻഡ് ലെവൽ ഡൊമൈനിലേക്ക് വന്നിട്ടുണ്ട്. FHDA.EDയും BK.EDയും. അപ്പോൾ നോക്കുക, ഈ ഈ EDU സെർവറിൻ്റെ അകത്ത് EDUവിൻ്റെ കീഴിൽ വരുന്ന എല്ലാ സെക്കൻഡ് ലെവൽ ഡൊമൈൻസിലേക്ക് വരുന്ന എല്ലാ സോൺസുകളുടെയും ഒരു ജസ്റ്റ് റെഫറൻസ് മാത്രമായിരിക്കും ഈ EDU സെർവറിൽ ഉള്ളത്. ഇപ്പം ഞാൻ EDU സെർവറിൽ നിന്ന് എനിക്ക് MG യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലേക്ക് പോകണമെങ്കിൽ EDU സെർവറിൽ കീപ്പ് ചെയ്തിരിക്കുന്ന റെഫറൻസിൽ MG യൂണിവേഴ്സിറ്റിയുടെ നെയിംസ് സ്പേസ് IP അഡ്രസ്സ് ഏത് സെർവറിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ഒരു ജസ്റ്റ് റെഫറൻസ് മാത്രമേ അവിടെ കാണത്തുള്ളൂ. അവിടെ നിന്നും സെക്കൻഡ് ലെവലിൽ എവിടെയാണോ MG യൂണിവേഴ്സിറ്റിയുടെ സെർവർ ഉള്ളത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റൂട്ട് സെർവർ എന്ന് പറയുന്നത്. ഇനി പ്രൈമറി സെർവേഴ്സ്, DNS ഡിഫൈൻ 2 ടൈപ്സ് ഓഫ് സെർവേഴ്സ്, നെയിംലി പ്രൈമറി ആൻഡ് സെക്കൻഡറി സെർവേഴ്സ്. 2 ടൈപ്സ് സെർവേഴ്സ് ഉണ്ട്, പ്രൈമറി സെർവറും സെക്കൻഡറി സെർവറും. ദിസ് ടൈപ്പ് ഓഫ് സെർവർ സ്റ്റോർ ഫയൽസ് അബൌട്ട് ഇറ്റ് സോൺസ്. ഇറ്റ് ഹാസ് ദി അതോറിറ്റി ടു ക്രിയേറ്റ്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ് എനി സോൺ ഫയൽ ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ എ ലോക്കൽ ഡിസ്ക്. അപ്പോൾ പ്രൈമറി സെർവറിൻ്റെ ജോബ് എന്തെന്ന് വെച്ചാൽ സോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ സോൺ ഫയൽസിൻ്റെ ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യുന്നു. കൂടാതെ ആ പ്രൈമറി സെർവേഴ്സുകൾക്ക് മാത്രമായിരിക്കും ആ ഒരു സോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള പെർമിഷൻ ഉണ്ടാകത്തുള്ളൂ. സ്റ്റോർ ചെയ്യുക, എന്നിട്ട് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും? ഒരു ലോക്കൽ ഡിസ്കിലേക്ക് അത് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ദെൻ സെക്കൻഡറി സെർവർ, ദിസ് സെർവർ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ഇൻഫർമേഷൻ എബൌട്ട് എ സോൺ ഫ്രം അനദർ സെർവർ. അപ്പോൾ ഈ ഒരു സെക്കൻഡറി സെർവർ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സോണിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനും ഒരു സെർവറിൽ നിന്നും അടുത്ത സെർവറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു. വിച്ച് മേ ബി പ്രൈമറി ഓർ സെക്കൻഡറി സെർവർ. ദി ട്രാൻസ്ഫേർഡ് into info will be then stored in a disk storage. It is not authorized to create and update a സോൺ ഫയൽ. അപ്പം ഈ സെക്കൻഡറി സെർവറിൻ്റെ ജോബ് മാത്രമേ ഉള്ളൂ. ഒരു സോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒരു സെർവറിൽ നിന്നും അടുത്ത സെർവറിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇത് ഏത് സമയത്തായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ വരിക? മേ ബി ഏതെങ്കിലും ഒരു സെർവറിൽ ഫെയിലിയർ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സെർവറിൻ്റെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരു സെർവറിലേക്ക് മൂവ് ചെയ്യണം. ആ മറ്റൊരു സെർവർ എന്ന് പറയുന്നത് മേ ബി പ്രൈമറി സെർവർ ആകാം, സെക്കൻഡറി സെർവർ ആകാം, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്പേസ്. ആ ഒരു സ്പേസർ നോക്കിയിട്ട് ഒരു ഇപ്പോൾ ഡാമേജ് ആയിട്ടുള്ള ഒരു സെർവറിൻ്റെ സോൺ ഇൻഫർമേഷൻസ് ഒരു സെർവറിൽ നിന്നും അടുത്ത സെർവറിലേക്ക് മാറ്റുക എന്ന ജോബ് മാത്രമാണ് ഈ സെക്കൻഡറി സെർവറിന് ഉള്ളത്. പക്ഷേ ഈ സെക്കൻഡറി സെർവറിന് ആ ഒരു ഇൻഫർമേഷൻ ഡിലീറ്റ് ചെയ്യാനോ സോൺ ഫയൽസിലെ ഇൻഫർമേഷൻ ഡിലീറ്റ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ ഉള്ള പെർമിഷൻ ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, then DNS in the internet. In the internet, the domain namespace, അതായത് ട്രീ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ഡിഫറെൻറ്റ് സെക്ഷൻസ്. അപ്പോൾ 3 ഡിഫറെൻറ്റ് സെക്ഷനായിട്ടാണ് ഈ ഡൊമൈൻ നെയിം സ്പേസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ജനറിക് ഡൊമൈനും കൺട്രി ഡൊമൈൻ ആൻഡ് ഇൻവേഴ്സ് ഡൊമൈൻ. ഓക്കെ, അപ്പോൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട് നോഡ്. അപ്പോൾ റൂട്ട് നോഡിൽ ഏതൊക്കെ ഡൊമൈൻസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു. ജനറിക് ഡൊമൈൻ ഉണ്ട്, ഇൻവേഴ്സ് ഡൊമൈൻസ് ആൻഡ് കൺട്രി ഡൊമൈൻ. അപ്പോൾ ജനറിക് ഡൊമൈൻ എന്ന് വെച്ചാൽ ദി ഫസ്റ്റ് ലെവൽ ഓഫ് ജനറിക് ഡൊമൈൻ സെക്ഷൻസ് അലോസ് 14 പോസിബിൾ വാല്യൂസ്. ദി ജനറിക് domain define a registered host according to their generic behavior. For example, we have ED for education, etc. അപ്പോൾ നമ്മളിപ്പം പറയുന്നത് ജനറിക് ഡൊമൈനാണ്. ഈ ജനറിക് ഡൊമൈനിൽ വരുന്ന കുറച്ച് എക്സാമ്പിളാണ് പറയുന്നത്. ഇത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡൊമൈൻസുകളായിരിക്കും ഈ ജനറിക് ഡൊമൈൻസിൻ്റെ കീഴിൽ വരിക. നമ്മൾ പറഞ്ഞ പോലെ EDU എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, ദെൻ കൊമേഴ്ഷ്യൽ, GOV ഗവൺമെൻറ്, ദെൻ MIL മിലിറ്ററി പർപ്പസിന് വേണ്ടി, നെറ്റ് ഇൻ്റർനെറ്റ് റിലേറ്റഡ്, ORG ഓർഗനൈസേഷൻസ് തുടങ്ങിയ രജിസ്റ്റേർഡ് ഡൊമൈൻസുകളായിരിക്കും ഈ ജനറിക് ഡൊമൈൻ്റെ കീഴിൽ വരിക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നുണ്ട്. ഇത് ഈ മേളിൽ റൂട്ട് ലെവൽ കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ലെവലിൽ കാണുന്ന ഈ ഒരു നെയിംസുകളാണ് ജനറിക് ഡൊമൈൻ്റെ
കീഴിൽ വരുന്നത് അത് രജിസ്ട്രേർഡ് ഡൊമൈൻസുകളായിരിക്കും. ഇനി ഈ ഓരോ ഡൊമൈൻസിൻ്റെ കീഴിലും സബ് ഡൊമൈൻസുകൾ വരും. ദാറ്റ് ഈസ് സെക്കൻഡറി ലെവൽ ഡൊമൈൻസുകൾ വരും. ഇവിടെ നമ്മളൊരു എക്സാമ്പിളേ കാണിച്ചിട്ടുള്ളൂ. EDUവിൻ്റെ കീഴിൽ വരുന്ന ഒരു ഡൊമൈനാണ് FHDA എന്ന് പറയുന്നത്. അതിൻ്റെ കീഴിൽ വരുന്ന ഒരു ഡൊമൈനാണ് ATC എന്ന് പറയുന്നത്. അതിൻ്റെ കീഴിൽ വരുന്ന അതാണ് ചാൽ എന്ന് പറയുന്നത്. ഒരു എക്സെട്രയാണ് കാണിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കും? ചാൽ ഡോട്ട് താഴെ നിന്ന് മുകളിലോട്ട് വേണം കൊടുക്കാൻ. chal.atc .fhda.edu ദെൻ റൂട്ട് നമ്പർ എന്താണോ അത് കൊടുക്കുക, ഡോട്ട് വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന ജനറൽ അഡ്രസ്സ്. നമുക്കറിയാം ഇപ്പോൾ www.gmail.com എന്നാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അപ്പം ഈ .com എന്ന് പറഞ്ഞാൽ എന്താ? കൊമേഴ്ഷ്യൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കീഴിൽ ഒരു സെറ്റ് ഓഫ് ഡൊമൈൻസുകൾ വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജനറിക് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ജനറിക് ഡൊമൈൻ എന്ന് പറയുന്നത്? എയറോ എന്ന് പറഞ്ഞാൽ എയർലൈൻസ്, ബിസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്, കൊമേഴ്ഷ്യൽ, കോപ്പറേറ്റീവ് ബിസിനസ് ഓർഗനൈസേഷൻ, EDU എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, GOV ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻഫോർമേഷൻ സർവീസ് പ്രൊവൈഡർ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, MIL മിലിറ്ററി, മ്യൂസിയംസ് ആൻഡ് അതർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, നെയിം personal names or individual, network support centers, ORG non-profit organization, professional individual organizations. ഓക്കെ, ഇതാണ് ജനറിക് ഡൊമൈൻ്റെ കീഴിൽ വരിക. ഇനി കൺട്രി ഡൊമൈൻ. ദിസ് ഡൊമൈൻ യൂസ് 2 characters country abbreviations. Example, US for United States. Second label in this domain space organization or national designations. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് കുറച്ച് എക്സാമ്പിൾ. ഇവിടെ കാണിക്കുന്നുണ്ട് AE FR ഫ്രാൻസ്, US യുണൈറ്റഡ് സ്റ്റേറ്റ്, അതുപോലെ CA ഉണ്ട്. CA എന്ന് വെച്ചാൽ കാനഡ, IN ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇതിൽ യുഎസിൻ്റെ കീഴിൽ വരുന്നതാണ് കാനഡ, കപ്പ്, ആൻസർ. അപ്പോൾ നമ്മൾ അഡ്രസ്സ് കൊടുക്കുമ്പോൾ answer.cup.ca.us എന്ന് കൺട്രി ഡൊമൈന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. അടുത്താണ് ഇൻവേഴ്സ് ഡൊമൈൻ. ദിസ് ഈസ് യൂസ്ഡ് ഫോർ മാപ്പിംഗ് ആൻഡ് അഡ്രസ് ടു എ നെയിം. അപ്പോൾ ഈ ഒരു ഇൻവേഴ്സ് ഡൊമൈൻ യൂസ് ചെയ്യുന്നത് ഒരു നെയിമിനെ അഡ്രസ്സുമായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ദിസ് മേ ഹാപ്പൻ ഫോർ എക്സാമ്പിൾ വെൻ എ സെർവർ ഹാസ് റിസർവ്ഡ് എ ക്വസ്റ്റ്യൻ ഫ്രം എ ക്ലയൻറ്റ് ടു ഡു എ ടാസ്ക്. Although the server has a file that contains a list of authorized client, only the IP address of the client extracted from the reserved IP packet is listed. The server then asks its resolver to send a query to the DNS server to map an IP address to the name in order to determine if the client is on the authorized list. This is exactly opposite to the process of mapping a name to a address discussed earlier. അതായത് നമ്മൾ മാപ്പിംഗ് പഠിച്ച് ഓർക്കുന്നുണ്ടാകും. സെൻഡ് ചെയ്യുന്ന പാക്കറ്റിനകത്ത് നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ടാകും. അതിൽ നിന്നും ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ നെറ്റിലും ഹോസ്റ്റിലും എത്തിച്ചേരുന്നു. മാച്ചിങ് ആയിട്ടുള്ള IP അഡ്രസ്സുമായിട്ട് മാപ്പിംഗ് നടക്കുന്നു. ARP എന്നൊക്കെ പറഞ്ഞ് പഠിച്ചാണ്. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് ഡൊമൈനിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് 121 എന്ന് പറയുന്ന അഡ്രസ്സാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് നേരെ തിരിച്ചാണ് പോവുക. ഇൻവേഴ്സ് ഡൊമൈൻ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് 121 എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് IP അഡ്രസ്സ് നമ്മൾ കൊടുക്കുകയാണ്. 121.45.34.132. ഓക്കെ, ആക്ച്വലി ഇത് IP അഡ്രസ്സാണ്. ഇതിൻ്റെ കറണ്ട് അഡ്രസ്സ് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. മാപ്പ് ചെയ്യണം. ഇത് ഏത് സൈറ്റിൻ്റെ അഡ്രസ്സാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന IP അഡ്രസ്സിനെ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഏതാണോ ഡൊമൈൻ നെയിം ഉള്ളത് അത് നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഇൻവേഴ്സ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് 121.45.34.132 .in ADDR എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നിന്നും വീണ്ടും റൂട്ട് നോഡിൽ പോകും, റൂട്ട് സെർവറിൽ പോകും. ആ സോൺ ഫയലുമായിട്ട് പർട്ടിക്കുലറായിട്ട് കൊടുത്തിരിക്കുന്ന ആ സെർവർ IP അഡ്രസ്സ് എന്താ ചെയ്യുക, ഏത് സൈറ്റിൻ്റെയാണോ അതുമായിട്ട് മാപ്പിംഗ് ചെയ്തിട്ട് യൂസർ കൊടുക്കുന്ന ആ ഒരു റിക്വസ്റ്റിന് തിരിച്ച് റിപ്ലൈ തരുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഇൻവേഴ്സ് ഡൊമൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക്